ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിൻ്റെ പേരാണ് ഗുണ്ട് പൊങ്കൽ അല്ലെങ്കിൽ കുഴിപ്പനിയാരം. ശരിക്കും പറഞ്ഞാൽ ഇതിന് കൂട്ടിക്കഴിക്കാൻ കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓരോന്നോരോന്ന് പെറുക്കി വായിലിടാൻ തോന്നും, അത്രയ്ക്കും ടേസ്റ്റാണ്. എന്തായാലും ഇൻഗ്രീഡിയൻസ് പറയാം. ഇതിന് പ്രധാനമായിട്ടും വേണ്ടത് ദോശമാവാണ്. നമ്മൾ ദോശമാവിന് അരച്ചെടുക്കുമ്പോൾ ഒരു ദിവസം ദോശ ഉണ്ടാക്കുക, പിറ്റേ ദിവസം ഈ ഗുണ്ട് പൊങ്കൽ ഉണ്ടാക്കാൻ പറ്റും. ഒരു ദിവസം ഇഡ്ഡലി, ഇങ്ങനെയല്ല ഒന്നായിട്ട് അരച്ചെടുത്തിട്ട് 3 ദിവസം 3 വിധത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാനൊരു പാക്കറ്റ് റെഡിമെയ്ഡ് ദോശമാവ് വാങ്ങിയതാണ്. ബാക്കി ചേരുവകൾ പറയാം. വലിയൊരു സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ്, 2-3 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം. ക്യാരറ്റ് അത് ചെറുതായി പൊടിയായി അരിഞ്ഞ് വെച്ച്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചത്, കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ അത്ര മതിയാവും. പച്ചമുളക് 4-5 നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു അരക്കപ്പോളം മല്ലി ഇലയാണ് ചെറുതായി അരിഞ്ഞിട്ട്, അത് ഫ്രോസൺ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ പുറത്തെടുത്തില്ല, ചേർക്കുമ്പോൾ കാണിക്കാം. വളരെ രുചികരമായ ഈ ഗുണ്ട് പൊങ്കൽ ചെയ്യാൻ എളുപ്പമാണ്. ഈ ചേരുവകളൊക്കെ നമ്മൾ ഈ ദോശമാവിലിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. കൂടെ മല്ലിയിലയും ഉപ്പൊക്കെ നമ്മൾ മാവിൽ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഞാൻ എല്ലാം ഈ ദോശമാവിലേക്ക് ഇട്ടിട്ടുണ്ട്. മല്ലിയിലയും ഫ്രോസൺ ആയതുകൊണ്ട് ഇപ്പോഴാണ് ഇട്ടത്. എല്ലാം കൂടി ഒന്നായിട്ട് ഇളക്കി ചേർക്കാം. മല്ലിയില, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, സവോള, ക്യാരറ്റ് എല്ലാം നുറുക്കി ചേർക്കണം. അധികം വലുതായി പോയാലും നമ്മുടെ ഗുണ്ടുപ്പൊങ്കിലും പൊട്ടിപ്പോവും. അപ്പം ഞാനിതെല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്യാൻ പോവാണ്. വെരി ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തു. കുഴിപ്പനിയാരത്തിൻ്റെ ബാറ്റർ റെഡി. ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്ന കാരയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഈ കാര പല നാട്ടിലും പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഈ ഓരോ കുഴിയിലും നമുക്ക് 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കാരയിൽ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒരു അര തവി എല്ലാത്തിലും മാവ് ഒഴിച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ ഗുണ്ട് പൊങ്കൽ, കുഴിപ്പനിയാരം എന്നൊക്കെ പറയും, പല പേരിലും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക. ഫ്ലെയിം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അടിയിൽ നിന്ന് കരിഞ്ഞു പോവും. ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തിരിച്ചിടണം. അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നിട്ടൊന്ന് തിരിച്ചിടാം. ഇത് നമ്മൾ സാധാരണ പലഹാരം കഴിക്കും പോലെ ഇതെല്ലാം കഴിച്ചാലും മതിയാവില്ല, നിറയെ കഴിക്കും. അപ്പോൾ ഒരുപാട് ഉണ്ടാക്കണം എന്നതേ ഉള്ളൂ കാര്യം. കരിഞ്ഞു പോകാതെ ഇതുപോലെ മുരിഞ്ഞ് കിട്ടണം. തിരിച്ചിട്ടും അങ്ങനെ തന്നെ, എങ്കിൽ വളരെ ടേസ്റ്റായിരിക്കും. നമ്മുടെ സുന്ദരം ഗുണ്ടുപ്പൊങ്കൽ ചെയ്യാൻ ഇത്രേ ജോലിയുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എന്നാൽ അത്രേ ജോലിയുള്ളൂ. വളരെ സോഫ്റ്റാണ് ഈ ഗുണ്ട് പൊങ്കൽ. വായിലിട്ട് അരിഞ്ഞു പോകുമ്പോൾ തന്നെ കഴിക്കാം. എനിക്കിത് കഴിക്കാൻ ചട്നിയൊന്നും ആവശ്യമില്ല, കറിയേ ആവശ്യമില്ല. പക്ഷേ എൻ്റെ മക്കൾക്ക് വേണം, അതുകൊണ്ട് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. തേങ്ങാ ചട്നിയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ഇതിൻ്റെ ഉൾവശം കണ്ടില്ലേ, വളരെ സോഫ്റ്റാണ്. വളരെയേറെ രുചികരമായ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.